ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. സ്ക്രോൾ ചെയ്ത് സംഭവം ഏറ്റവും അവസാനം എത്തും. അപ്പോൾ ഗോ എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട് അവസാനം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് അമർത്തിയതിന് ശേഷം നമുക്ക് വരുന്ന ഇന്റർഫേസിൽ അലോ ചെയ്ത് കൊടുക്കുക. രണ്ട് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്, അത് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്ന ബട്ടണിൽ അമർത്തുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഒരു പടത്തിൽ ഏതെങ്കിലും അമർത്തുക. അപ്പോൾ ഞാൻ മുയലിൻ്റെ പടത്തിൽ അമർത്തുകയാണ്. അപ്പോൾ നേരെ നമുക്ക് ഒരു പെർമിഷൻ കൊണ്ട് ചോദിക്കുക, അത് അലോ ചെയ്ത് കൊടുക്കുക. ക്യാമറയുടെ പെർമിഷനാണ്. എന്നിട്ട് ക്യാമറ സെലക്ട് ചെയ്യുക. ക്യാമറ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു പടം നമ്മൾ ഫോട്ടോ എടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ശരി ബട്ടൺ അമർത്തുക. അതിനുശേഷം ക്രോപ്പ് ചെയ്ത് കറക്റ്റാക്കി വെച്ച് ക്രോപ്പൊക്കെ ചെയ്ത് മുകളിൽ കാണുന്ന ഓക്കെ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് അമർത്തുക. അപ്പോൾ അത് അമർത്തിയതിന് ശേഷം നമ്മളുടെ ഫോട്ടോ ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോട്ടോ മേളിൽ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും, അതും അമർത്തുക. അതും അമർത്തിയതിന് ശേഷം നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന എവിടെയെങ്കിലും കണ്ണിലോ മൂക്കിലോ വായയിലോ ചെവിയിലോ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ 4 പ്രാവശ്യം നമ്മളിങ്ങനെ അമർത്തണം. അപ്പോൾ 3, 4 അങ്ങനെ 4 പ്രാവശ്യം അമർത്തി കഴിയുമ്പോൾ നമ്മളുടെ ഈ ലോക്കാണ് 4 പ്രാവശ്യം നമ്മളുടെ സംഭവം. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും അവിടെ തന്നെ, അതായത് റീസെറ്റ് പാസ്വേഡിന് പകരം നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. എന്നിട്ട് ഫിനിഷ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പൂച്ചയുടെ പടമായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫോൾഡ് വരുന്നത്. അതുകൂടാതെ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മളുടെ പൂച്ചയുടെ മൂക്കത്ത് അമർത്തുമ്പോൾ മാറിയില്ലെങ്കിൽ ഈ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഫോൺ തുറക്കാൻ പറ്റും. അപ്പോൾ 2 പ്രാവശ്യം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് എടുക്കുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഇങ്ങനെയായിരിക്കും ഓണായി വരുന്നത്. നമ്മുടെ ഫോൺ ഓണായി വരുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഓണായി വരുമ്പോൾ എവിടെ നിൽക്കിയാലൊന്നും വരില്ല. കറക്റ്റ് ആ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ 4 പ്രാവശ്യം അമർത്തിയാൽ മാത്രമേ ലോക്ക് ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ ഞാൻ 4 പ്രാവശ്യം അമർത്തി കഴിയുമ്പോൾ നമ്മുടെ ഫോൺ ലോക്കിംഗ് ഓക്കെ ആയി. അപ്പോൾ നമുക്ക് നേരെ പ്ലേ സ്റ്റോർ എടുക്കാം. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ടച്ച് ലോക്ക് സ്ക്രീൻ എന്നാണ്. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടാതെ ലൈക്കും പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.